ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില പോയിൻറ്റുകൾ ചിന്തിക്കുകയുണ്ടായി. 12-ാം അധ്യായം വളരെ പ്രാധാന്യമുള്ള അധ്യായങ്ങളിൽ ഒന്നാണ്. വിടുതലിൻ്റെ അധ്യായമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ അധ്യായമാണ്, ദൈവകൃപയുടെ അധ്യായമാണ്. അങ്ങനെ പല രീതിയിൽ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അധ്യായത്തിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് 7 പാഠങ്ങളാണ് വെളിപ്പെട്ട് വരുന്നത്. ഒന്നാമതായിട്ട് നാം കാണുന്നത്, വലിയവനായ ദൈവം ഈ പെസഹ ഏർപ്പെടുത്തിയത് കർത്താവിന്, ദൈവത്തിന് നാം നന്ദിയുള്ളവർ ആയിരിക്കണം. പെസഹ കുഞ്ഞാടിന് എപ്പോഴും നന്ദി പറയുന്നവരായിരിക്കണം. ആ പെസഹ കുഞ്ഞാടായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. കാരണം വലിയ ന്യായവിധി നമ്മളിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അതുപോലെ തന്നെ യോഹന്നാൻ 1:29 നാം കാണുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മരണം നമ്മളിൽ നിന്ന് മാറ്റുവാൻ നമുക്ക് വേണ്ടി പെസഹ കുഞ്ഞാടായിട്ട് അറക്കപ്പെട്ടതിൻ്റെ ഒരു ചിത്രമാണ് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മരണത്തിൽ നിന്ന് ആദ്യജാതന്മാരെ വിടുവിച്ചത്. രണ്ടാമതായിട്ട് നാം കാണുന്നത്, ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആഘോഷങ്ങൾ അനുഭവിക്കുന്ന ആ ദിവസം നമ്മുടെ കർത്താവ് കല്ലറയ്ക്കുള്ളിൽ ആയിരുന്നു. ആ കല്ലറയിലായിരുന്ന കർത്താവ് ആ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പുളിപ്പിൻ്റെ അനുഭവങ്ങളെയും അവൻ മാറ്റി. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 5:7 നാം കാണുന്നത്, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പീൻ, തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കുവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട് നമ്മുടെ പുളിപ്പിൻ്റെ അനുഭവം മാറ്റിത്തന്ന കർത്താവിൻ്റെ ചിത്രം നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, അവർ ആ ഈസോപ്പ് തണ്ട് കൊണ്ട് ഉപയോഗിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്ന അതിൻ്റെ ഒരു ചിത്രമാണ്. അവർ രക്തം അവരുടെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം നമുക്ക് വലിയൊരു ശുദ്ധീകരണം തന്നിരിക്കുകയാണ്. അഞ്ചാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട് അവർക്ക് വിടുതൽ പ്രാപിച്ചത് എല്ലാ വർഷവും അവർ ഓർക്കണമായി. നാമും നമ്മുടെ കർത്താവിനെ മാനിക്കുകയും കർത്താവിൻ്റെ ആ ബലി യാഗമരണത്തെ ഓർക്കുകയും ആഴ്ചയിൽ ഒരിക്കൽ നാം കൂടി വരാറുണ്ട്. നാം എന്നും അത് ഓർക്കേണ്ടവരാണ് എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
നാം എന്നും അത് ഓർക്കണം. കർത്താവിൻ്റെ പുനരുദ്ധാന ദിവസമായിരിക്കുന്ന ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നാം ഇത് ഓർക്കുന്നവരായിരിക്കണം. അഞ്ചാമതായിട്ട് വലിയവനായ ദൈവം മിസ്രയീമ്യരെ മുന്നറിയിപ്പ് കൊടുത്തു, വലിയൊരു ന്യായവിധി വരുവാൻ പോകുന്നു എന്ന്. അതേ രീതിയിൽ വിശ്വാസികളായിരിക്കുന്ന നമ്മളെ ദൈവം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് അവിശ്വാസികളായിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ഒരു ന്യായവിധി വരും എന്ന് പറയേണ്ടത്. മാത്രമല്ല, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമുക്കും നിൽക്കണം എന്നുള്ളതായൊരു ചിന്താഗതിയോടുകൂടെ ആയിരിക്കണം നമുക്ക് ജീവിക്കുവാൻ. ആറാമതായിട്ട് നാം കാണുന്നത്, ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാ ഇസ്രായേൽ മക്കളും മിസ്രയീമിൽ നിന്ന് ഓടിപ്പോകണമായിരുന്നു. അതുപോലെ തന്നെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നാം ജഡത്തെയും നമ്മളെ ഈ ഭൂമിയിൽ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിച്ച് നാം അതിൽ നിന്ന് മോക്ഷമുള്ളവരായിട്ട് ഓടിപ്പോകുന്നവരായിരിക്കണം. ഏഴാമതായിട്ട് നാം കാണുന്നത്, ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് യഹൂദന്മാർ ഈ പെസഹ പെരുന്നാൾ അവരുടെ ഇടയിൽ മാത്രം അത് നിർത്തി. വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നത്, നാമും വലിയവനായ കർത്താവ് വലിയ ഒരു ഹോളി കമ്മ്യൂണിയൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നാം അതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കണം. അപ്പോൾ ഈ പാഠങ്ങളാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്നത്. വലിയവനായ ദൈവം ഈ പാഠങ്ങളനുസരിച്ച് നാം ചിന്തിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ടുപോകുവാൻ ഇടയാക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.